അമ്മേ. ആ നീ കോളേജിലേക്കാണോ? സ്റ്റഡി ലീവാ. ചെയ്തു വെച്ച അസൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിക്കണം. നീ എങ്ങനെയാ മോളെ ഇതിനിടയിൽ സമയാസമയത്ത് ഇതൊക്കെ ചെയ്യുന്നത്? ഒക്കെ സമയം തെറ്റിയാലും കാലം തെറ്റിയാലും നടന്നു പോകുന്നതല്ലേ അമ്മേ. കൂട്ടുകാരുള്ളതുകൊണ്ട് ലാബ് റിപ്പോർട്ടൊക്കെ സമയത്ത് സബ്മിറ്റ് ചെയ്യും അവര്. അല്ല, വിനേട്ടൻ എന്തെങ്കിലും കഴിച്ചോ അമ്മേ? രോഹിണി കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. എത്രയെന്ന് വെച്ചാ മിക്സിയിൽ അടിച്ച് കഞ്ഞി കൊടുത്ത് വയറ് നിറയ്ക്കുന്നത്. ഒരു നിലയ്ക്ക് രോഹിണി ഉണ്ടായത് അവന്റെ ഭാഗ്യം. അല്ലെങ്കിൽ എന്റെ മോൻ കഷ്ടപ്പെടേണ്ടി വന്നേനെ. അമ്മേ, ഞാൻ പോവാ. ഡോക്ടറെ, എങ്ങനെയുണ്ട് ചേട്ടന്? വലിയ മാറ്റമൊന്നും പറയാറായിട്ടില്ല. ഇഷദിക്ക വരും. വിനയ, എന്നെ മനസ്സിലായി നിനക്ക്? നീ എന്താടാ ചുറ്റും നോക്കുന്നത്? ഇങ്ങനെ കിടന്നാ മതിയോ? നിന്റെ സ്വപ്നമല്ലേ നമ്മുടെ ടെക്സ്റ്റൈൽസ്? അതൊക്കെ ഒന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യണ്ടേ? ആ ഡോക്ടർ എന്താ പറഞ്ഞത്? പതുക്കെ പതുക്കെ തിരിച്ചു വരാൻ പറ്റുമെന്നാ പറഞ്ഞത്. പാവം അവനെ. പക്ഷേ എടുത്ത ചാട്ടം അല്പം കൂടുതലായിരുന്നു. വെറുതെ ഒരു കാര്യമില്ലാതെ അലക്സയായിട്ട് തെറ്റി. സത്യം പറഞ്ഞാൽ അലക്സയ്ക്ക് വേണ്ടി ഞാൻ വിനയനോട് ആർഗ്യൂ ചെയ്ത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടെന്താ, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അലക്സയുടെ ശത്രുക്കളാ. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. അയാളുടെ ഓഹരി മുഴുവൻ കൊടുത്തു തീർത്തു നമ്മള്. അറിയാം, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. ആ ടെക്സ്റ്റൈൽസ് നന്നായി നടത്തണമെങ്കിൽ ഇനിയും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. വിനയനാണെങ്കിൽ ഈ അവസ്ഥയിലും. എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ കുറച്ച് പരിമിതികളുണ്ട്. അറിയാം. ഇടപെടാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നങ്ങൾ തീരും വരെ ഇഷദിക്ക കൂടെ ഉണ്ടായാൽ മതി. അതെ, അതും കൂടി പറയാനാണ് ഞാൻ വന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോയാൽ കച്ചവടം ഇല്ലാതാവുന്ന ലക്ഷണമാണ്. ഇപ്പോഴാണെങ്കിൽ വിൽക്കാൻ നോക്കിയാൽ നല്ല വിലയും കിട്ടും. എടുക്കാനാണെങ്കിൽ ആളുണ്ട്. അലക്സിയുടെ ശത്രുത നിലനിൽക്കുമ്പോൾ നമ്മളൊന്നും കൂട്ടിയാൽ കൂടുതലൊന്നും കച്ചവടം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവനെ ലോക്കൽ സപ്പോർട്ടുണ്ട്. വിൽക്കാൻ നോക്കിയാൽ ഉടക്കുമോ എന്ന് വരെ പേടിക്കണം നമ്മൾ. അതിന് വിൽപ്പനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരുന്ന പോരെ? അങ്ങനെയല്ല മോളെ. ആ കടയുടെ കച്ചവടം നടന്ന എന്റെ ഷെയറും കൊണ്ട് സൗദിയിലെ പ്രസ്ഥാനത്തിന് മുടക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അലക്സിയുടെ മുഖം പിന്നെ കാണണ്ടല്ലോ. അയ്യോ ഇഷദിക്ക, ഇക്ക നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടന്റെ സ്വപ്നം അത്. ഏട്ടൻ എണീറ്റ് വരും വരെ അവിടെ അതുണ്ടാവണം. പിന്നെ ഇക്കടെ ഷെയറിന്റെ കാര്യം കുറച്ച് സമയം തന്നാ അത് എത്രയാന്ന് വെച്ചാ ഞങ്ങൾ തന്നു തീർത്തോളാം. തൽക്കാലം ഒന്നും ക്ഷമിക്കാൻ പറ്റില്ലേ? അല്ല, ഞാൻ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടിച്ചാണെന്ന് കരുതണ്ട. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. ഏയ്, അങ്ങനൊന്നുമില്ല. ഇക്കടെ കാര്യം ഇക്ക പറഞ്ഞു, ഞങ്ങളുടെ കാര്യം ഞങ്ങളും പറഞ്ഞു. അങ്ങനെ കരുതിയാ മതി. എന്നാ ശരിയപ്പോ ഞാനെന്നാ അങ്ങോട്ട്. നിങ്ങളൊക്കെ ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. പിന്നെ എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇതൊരു നമ്പരാ.
അലക്സ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറഞ്ഞു വിട്ട നമ്പര്. എന്താ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടില്ലേ? ടെക്സ്റ്റൈൽസ് വിൽക്കണോന്ന്. ഏട്ടൻ വിഷമിക്കണ്ടാട്ടോ. ഏട്ടൻ എണീറ്റ് വരും വരെ അതവിടെ തന്നെ ഉണ്ടാവും, ഉറപ്പാ. എന്തുപറ്റി? ഭക്ഷണം വല്ലതും മാറിക്കഴിച്ചോ? എന്താ മോളെ, പനിയൊന്നുമില്ലല്ലോ. വണ്ടി വിളിക്കണോ? ആശുപത്രി പോവാൻ നമുക്ക്. ഏയ്, ഇതിന് ഡോക്ടറെ ഒന്നും കാണാൻ പോവണ്ട. ഇതിപ്പോ മാറും. അമ്മേ, ഇതൊക്കെ ലക്ഷണം കണ്ട മനസ്സിലാവില്ലേ സുമംഗലേ? എന്റെ കയ്യില് 2-3 തലമുറയിലെ എത്ര എണ്ണത്തിനെ പെട്ടിട്ടതാ. അവളുടെ മുഖത്തെ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചോ നീയെ? എന്ന് വെച്ചാ അമ്മ പറഞ്ഞു വരുന്നത്? അത് തന്നെ, അവള് വയറ്റിക്കണ്ണിയാ, എനിക്ക് ഉറപ്പാ. അതിന് മാസം പോലും ആയില്ലല്ലോ അമ്മേ, പിന്നെ എങ്ങനെയാ? നാൾ കണക്കും ദിവസക്കണക്കും നമുക്കല്ലേ അറിയൂ. ശരീരത്തിന് തെറ്റില്ല. നമ്മുടെ കണക്കായിരിക്കില്ല അവളുടെ കണക്ക്. തൽക്കാലം ഒന്നും മിണ്ടണ്ട, എന്റെ ഊഹവും തെറ്റാലോ. എന്നാലും ഒരു കണ്ണ് അവളുടെ മേൽ കൂടുതൽ വച്ചു. ഉടനറിയാം സത്യം എന്താണെന്ന്. എന്റെ പൊന്ന് സെബിച്ചായ, അലക്സിക്ക് എന്തിനാ ഭൂലോക ബന്ധങ്ങൾ? എന്ത് എവിടെ വെച്ച് ആവശ്യമുണ്ടോ അവിടെ വെച്ച് കണ്ടെത്തി കാര്യം നടത്തും. അതാണ് അലക്സിയുടെ ഒരു പോളിസി. അതിനിടയിൽ DOSP ആണോ SP ആണോ എന്നൊന്നും അലക്സി നോക്കാറില്ല. തലയ്ക്ക് മേലെ വെള്ളം വന്നാ അതിനു മേലെ വള്ളം. അതാണ് അലക്സിയുടെ സ്റ്റൈല്. ഏറിയാൽ 1 മാസം അലക്സി ഈ കേസ് ഡീൽ ചെയ്ത് തരാം. പിന്നെ ഒരു 25% ഇങ്ങോട്ട് ഇട്ടേക്കണം. എന്തായാലും ഇച്ചായം എഴുതി തള്ളിയ കേസല്ലേ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ സംഗതി എപ്പോ എന്നെ ഏൽപ്പിക്കുന്നോ അപ്പൊ മുതൽ കൗണ്ട് ഡൗൺ. മാക്സിമം 1 മന്ത്. ആ ഡീല് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കും. അപ്പൊ നാളെ കാണാം. എന്തായിക്കാ പോയ കാര്യം? നമ്മുടെ പഴയ പാർട്ട്ണർ മുതലാളി ഇപ്പോഴും മച്ചു നോക്കി അതേ കിടപ്പ് തന്നെയാണോ? അതൊക്കെ തന്നെയാടാ. പക്ഷെ ആ കിടപ്പ് കാണാൻ വയ്യട അലക്സി. ഓ, ഭയങ്കര ദുരന്തമായി പോയി. നിങ്ങൾ ചുമ്മാ അനാവശ്യ സെന്റിമെന്റ്സ് വലിച്ചു കേറ്റാതെ ഇർഷാദിക്ക. ബിസിനസ്സിനിടയിൽ ബിസിനസ് മാത്രമേ പാടുള്ളൂ. അനാവശ്യമായ കടപ്പാടും ബന്ധങ്ങളും വെച്ചാൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഒന്നിച്ച് കഴിച്ചും കുടിച്ചും നടന്നതാണെന്നും ലാഭം പോലും നോക്കാതെ സഹായിച്ചതാണെന്നും ഈ വിനയൻ ഓർത്തോ? ഇല്ല. കാരണം എന്താ? ആ പെണ്ണിനോടുള്ള സെന്റിമെന്റ്സ്. അവൾക്ക് വേണ്ടി എന്ന് എന്റെ നേരെ കൈ ഓങ്ങിയോ ആ നിമിഷം തീർന്നതല്ല. ഒടുക്കം കുളിപ്പിച്ച് കിടത്തി. ഇനി എന്ന് വായിക്കിരിയിടൂന്ന് ഓർത്താ മതി. അതെന്തായാലും ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിൽ നമ്മൾ കരുതിയതൊന്നും നടക്കാൻ പോണില്ല. വിനയൻ ജീവനോടെ തിരിച്ചു വരുമ്പോ കൈമാറാതെ അതവര് വിൽക്കാതെ സൂക്ഷിക്കുമെന്നാ എന്നോട് പറഞ്ഞത്. ജീവനുണ്ടെങ്കിൽ കൊടുക്കില്ല എന്നും പറഞ്ഞു. ഓഹോ, അത് ശരി. ഓക്കെ,
ജീവൻ ഉണ്ടെങ്കിൽ കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ജീവനില്ലെങ്കിൽ അവർ കൊടുത്താലോ? ഇക്ക എന്ത് പറയുന്നു? അയ്യോ, അത് വേണോ? സംഗതി എനിക്കും കാശ് കിട്ടാനുണ്ട്. പക്ഷേ അവരെ കൊല്ലുകയെന്നൊക്കെ പറഞ്ഞാ ഹെ, പറയലല്ല, ചെയ്യൽ. അത് അവനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവളോടുള്ള പക കൊണ്ടാ. അവളോടുള്ള പക കൊണ്ട് മാത്രം. ഒരു സാധാരണ സെയിൽസ് ഗേളായി വന്ന് അവൾ അതേ ടെക്സ്റ്റൈൽസിന്റെ ഉടമയായിട്ട് നെളിഞ്ഞിരിക്കുന്നത് എനിക്ക് കാണണ്ട. എന്നെ നോക്കി അവൾ ചിരിക്കുന്ന ഓരോ ചിരിക്കും എന്തൊക്കെ അർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. പറ്റില്ലേക്ക, അത് നടത്തില്ല അലക്സി. എന്ത് നഷ്ടം സഹിച്ചും അത് കൈക്കലാക്കണം. അതിന് വിനയനെ തീർക്കേണ്ടി വന്ന അതും ഞാൻ ചെയ്യും, ഉറപ്പാ. ഇതൊന്നും പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അലക്സി. ഒന്നാമത് വിനയന് അപകടം പറ്റിയതിൽ പോലും പോലീസിന്റെ കണക്കിൽ നീയുണ്ട്. അതിനിടയിൽ ഈ പുലിവാലോടെ പിടിച്ചാലോ? അതിന് പുലിയുടെ വാല് പിടിക്കുന്നത് ഞാനല്ലല്ലോ, മറ്റ് ചില അപ്പാവികളല്ലേ. ഈ ലോകത്ത് നടക്കണമെന്ന് കരുതിയ നടക്കാത്ത ഒരു കാര്യവും അലക്സിയുടെ പുസ്തകത്തിൽ ഇല്ല ഇർഷാദ്. എന്റെ പദ്ധതി നടത്താൻ വരുന്നവര് ആ വീട്ടിൽ കേറി പറ്റി എന്തും ചെയ്യുന്നു കൂട്ടിക്കോ. ഒറ്റ കാര്യേ പറയാനുള്ളൂ, വിനയന്റെ ആയുസ് അടുത്തു. അലക്സിയുടെ പണിയാളുകൾ അത് ചെയ്യും, ഉറപ്പാ അത്. ഏട്ടത്തി എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. എന്തോ വിഷമമുണ്ട് ഉള്ളില്. എന്തായാലും പറയട്ടത്തി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ദയവായിട്ട് എന്നെ പരിഹാരം ഉണ്ടാക്കണം. പക്ഷെ എല്ലാ ദൈവങ്ങളും എന്നെ മറന്നുപോയി. എന്റെ ഉള്ളിലൊരു കുഞ്ഞു വളരുന്നത് മുത്തശ്ശി തിരിച്ചറിഞ്ഞു. സന്തോഷിക്കേണ്ട സമയോ, പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. സന്തോഷിക്കണം. വിനേട്ടന്റെ അസുഖമൊക്കെ മാറും. ദൈവം അതിനൊരു വഴി കാട്ടിത്തരും. ഞാനും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചതാ. വിളിക്കാത്ത ദൈവങ്ങളില്ല. മുത്തശ്ശിയോ അമ്മയോ കല്യാണത്തിന്റെ ദിവസങ്ങൾ എണ്ണി ചോദിച്ചാ പറയാൻ എനിക്ക് വാക്കുകളില്ല. അതെന്താ പറഞ്ഞാല്? ആരെന്ത് ദിവസ കണക്കോ വെച്ച് ഗണിച്ചു നോക്കട്ടെ. വിനേട്ടനുമായിട്ട് കല്യാണം നടന്നതല്ലേ. പിന്നെ കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയതാണെന്ന് കരുതുന്നവര് കരുതിക്കോട്ടെ. പക്ഷെ അത് ഞാനായിട്ട് വിനേട്ടന്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കലാവില്ലേ? ആരെന്തോ കരുതട്ടെ, ഏട്ടത്തിയോടൊപ്പം ഞാനുണ്ട്. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കണം. വാ, വന്ന് കിടക്കാൻ നോക്ക്. ഏട്ടൻ മനസ്സുകൊണ്ടാണെങ്കിലും തിരക്കുന്നുണ്ടാവും. നീ പൊയ്ക്കോ, ഞാൻ കുറച്ചു നേരം കൂടി തനിച്ചിരുന്നോട്ടെ.
എടോ, താൻ എന്തിനാ ഇവിടെ തനിച്ചിരിക്കുന്നേ? ഈ സമയത്ത് ഉറക്കം വിളയ്ക്കുന്നത് നമ്മുടെ കുഞ്ഞിന് നല്ലതല്ലെന്ന് അറിയില്ലേ തനിക്ക്? ഒരുപാട് നന്ദിയുണ്ട് എന്റെ കഴുത്തിൽ ഈ സംരക്ഷണം തന്നതിന്. ഇത് പക്ഷെ രഹസ്യമായിപ്പോ. ഹരിയേട്ടൻ വന്ന ശേഷം വേണം ഇത് പരസ്യമാക്കാനും എല്ലാവരുടെ അംഗീകാരം വാങ്ങാനും. സ്വാമി വേണം അതിനും എന്നെ സഹായിക്കാൻ. ഭഗവാനെ. ആ എന്തായി, കടലിൽ കടന്നു പോയോ ആള്? പോയി. അന്ന് തന്നെ വൈകിട്ടായിരുന്നു ഫ്ലൈറ്റ്. എന്താ ചെയ്യാ, നേരാവണ്ണം ഒന്ന് കല്യാണം കഴിക്കാൻ പോലും ഇക്കാലത്ത് ആളുകൾക്ക് സമയമില്ലാണ്ടായി. തിരുമേനി, എനിക്ക് ആ വിവാഹ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അതിനാ ഞാൻ വന്നത്. ഓഫീസിൽ ആളുണ്ടാവും, ചെന്ന് കടലാസ് ഒപ്പിട്ട് വാങ്ങിക്കോളൂ. ഇക്കാലത്ത് അങ്ങനെ ഒരു കടലാസ് ഉള്ളത് അത്യാവശ്യമാണ്. അറിയാം, സുരേഷേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു ഇന്ന് വരാൻ. കൂട്ടത്തിൽ അന്നെടുത്ത് 1-2 ഫോട്ടോസും തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ശരി, നന്നായിരിക്കട്ടെ. ഭഗവാനെ. ദീർഘ സുമംഗലി ഭവ. ആ വരൂ. ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ ആളിനെ കണ്ടില്ലല്ലോ എന്ന്. എങ്ങനെ, ഫോൺ വിളിയൊക്കെ മുറക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ദാ ഇവിടെ പേരെഴുതി ഇവിടെ ഒപ്പിട്ടോളൂ. ആ ശരി. ഇത് ഫോട്ടോസ്, ഇത് സർട്ടിഫിക്കറ്റ്. എന്നാ ഞാനങ്ങോട്ട്. ആ ശരി നടക്കട്ടെ. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതിയെന്ന് വെക്കരുത്. ഹരി വരുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയി സ്പെഷ്യൽ മാരേജ് കൂടി രജിസ്റ്റർ ചെയ്തോണം. ഞാൻ ഹരിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി. ശരി. ഹലോ ഹരിയേട്ടാ,
ഉറക്കം എണീറ്റില്ല ഇതുവരെ? എണീറ്റു. ഞാൻ വർക്ക്സൈറ്റില്ല. എന്തുണ്ട് അവിടെ? ആ, നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അമ്പലത്തിൽ നിന്ന് കിട്ടി. ഫോട്ടോയും ഉണ്ട്. എന്ത് ഭംഗിയാ ഹരിയേട്ടാ നമ്മുടെ കല്യാണ ഫോട്ടോ കാണാന്നോ? ഓ, അത്ര ഭംഗി കൂടുതലൊന്നും ഉണ്ടാവില്ല. അതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമായിരുന്നില്ലേ? നിനക്ക് സന്തോഷമായോ അത് കിട്ടിയപ്പോ? താങ്ക്സ് ഹരിയേട്ടാ, ഒരുപാട് സന്തോഷം. സത്യത്തിൽ എനിക്കിപ്പോ ഹരിയേട്ടനെ ഒന്ന് കാണാൻ തോന്നുക. ഇപ്പൊ അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു അല്ലേ? അടുത്ത് തന്നെ ഉണ്ടല്ലോ. പ്രണയിച്ച് മനസ്സിനുള്ളിൽ കയറിയിരിക്കുന്നവർക്ക് ദൂരം ഒരു പ്രശ്നമല്ലല്ലോ മോളെ. ഒപ്പം വിളിച്ചാൽ നമുക്കൊന്ന് ഫോണിൽ കിട്ടുന്നില്ല സംസാരിക്കാൻ. ആ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. കല്യാണ സമ്മാനായിട്ട് ഞാനൊരു വട്ടം ചോദിച്ചാ ഹരിയേട്ട സാധിച്ചു തരുമോ? ചോദിക്കേ, കേൾക്കട്ടെ എന്താണെന്ന്. അത് വേറൊന്നുമല്ല, എന്റെ ഇരിക്കുന്നതേ ഒരു പഴയ ഫോണാ. ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോയ്ക്കൊന്നും ഒരു നിറവും ഇല്ല, സൗണ്ടും മോശം. ഹരിയേട്ടൻ ഉടനെ തന്നെ ഒരു ഫോൺ അയച്ചു തരുമോ? ഒരു പുത്തൻ നല്ല ഫോൺ. ഓ, അതാണോ? എന്തിനാ അയച്ചു തരുന്നത്? ഇനി വരുമ്പോ ഞാൻ കൊണ്ടുവന്നാ പോരെ? മതി മതി. ആ, അപ്പൊ എപ്പോഴാ വരുന്നേന്ന് പറ.